നമസ്കാരം. KSRന്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ് പറയുന്നത്. യാത്രാ ഭത്ത അഥവാ ട്രാവലിംഗ് അലവൻസ്. പൊതു താല്പര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാവേളയിൽ ഉണ്ടാകുന്ന ചെലവുകൾക്കായി നൽകുന്ന ഭത്തയാണ് യാത്രാ ഭത്ത അഥവാ ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ യാത്രയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഈ യാത്രാ ഭത്ത നൽകുന്നതിന് വേണ്ടി, ട്രാവലിംഗ് അലവൻസ് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മുഴുവനായും 4 ഗ്രേഡായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യാത്രാ ഭത്ത നൽകുന്നതിന് വേണ്ടിയിട്ട് ആണ് പ്രധാനമായിട്ടും ഈ ഗ്രേഡായി തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഗ്രേഡ് ബേസിക് പേ 70,000 അതിനു മുകളിലുള്ളവരുമാണ്. ബേസിക് പേ മാത്രമാണ്, ബേസിക് പേ പ്ലസ് DA അല്ല പറയുന്നത്. ബേസിക് പേ 70,000 അതിനു മുകളിലുള്ള കാറ്റഗറി അല്ല, ജീവനക്കാര് ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഗ്രേഡ് 1 ഓഫീസർമാരായിട്ടാണ് അറിയപ്പെടുന്നത്. ക്ലാസ് 1 അല്ല എന്ന് ഇവിടെ മനസ്സിലാക്കുക. ക്ലാസ് 1 ഓഫീസർ എന്നും പറയുന്നതും ഗ്രേഡ് 1 ഓഫീസറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ TA കണക്കാക്കാനും അല്ല DA നൽകാനും ഒക്കെ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തരംതിരിവ്. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ പറയുന്ന ക്ലാസ് 1 ഓഫീസർ വേറെയാണ്. ഇവിടെ ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറയുന്നത് ബേസിക് പേ, അതായത് അടിസ്ഥാന ശമ്പളം 70,000 അതിന് മുകളിലുള്ളവരാണ് ഗ്രേഡ് 1 ഓഫീസർ. ഗ്രേഡ് 2-നെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 2A എന്നും 2B എന്നും. 2A എന്ന് പറയുന്നത് 59,300 മുതൽ 70,000 താഴെ. 70,000 അതിന്റെ മേലെ ഗ്രേഡ് 1 ആണ്. 59,300 അതിനു മേലെയും 70,000 താഴെയുമായിട്ടുള്ളവരാണ് ഗ്രേഡ് 2A എന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 2B എന്ന് പറഞ്ഞാൽ 39,300 മുതൽ 59,300 താഴെയുള്ള ബേസിക് പേ ഉള്ളവരാണ് ഗ്രേഡ് 2B ഓഫീസർമാരെന്ന് പറയുന്നത്. ഇനി ഗ്രേഡ് 3 എന്ന് പറയുന്നത് 25,100 മുതൽ 39,300 താഴെ ബേസിക് പേ ഉള്ളവരാണ് ഗ്രേഡ് 3 ഓഫീസർമാര്. ഗ്രേഡ് 4 ഓഫീസർമാർ എന്ന് പറയുന്നത് 25,100 താഴെയുള്ളവരാണ്. അപ്പോൾ 4 വിഭാഗം ഓഫീസർമാരെയും നമ്മൾ തരംതിരിച്ചു. ഇത് നമ്മളെ ലാസ്റ്റ് ഗ്രേഡ് എന്നോ അങ്ങനെ പറയുന്നതല്ല. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ തന്നെ അവന്റെ ബേസിക് പേ, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ശരിക്കും തുടക്കത്തില് ക്ലാസ് 4 ജീവനക്കാരൻ, ഗ്രേഡ് 4 ജീവനക്കാരനായിട്ടാണ് ഇവിടെ വരിക. എന്നാൽ അവന്റെ ബേസിക് പേ, ഈ ക്ലാസ് 4 എംപ്ലോയിയുടെ ബേസിക് പേ 25,100 മുകളിൽ പോകുമ്പോൾ അവൻ ഗ്രേഡ് 3 ഓഫീസറായി മാറും. ആ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന്റെ ബേസിക് പേ 39,300 എത്തുമ്പോൾ അവൻ ഗ്രേഡ് 2B ആവും. അപ്പോൾ ഇവിടെ തീർത്തും നമ്മുടെ ഒഫീഷ്യൽ ഡെസിഗ്നേഷന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾ വിമാനയാത്ര എന്ന് പറയുന്നത് 77,200 1,40,500 ബേസിക് പേ സ്കെയിൽ ഓഫ് പേ ഉള്ളവരും അതിനു മുകളിലുള്ളവർക്കുമാണ് വിമാനയാത്ര അനുവദിച്ചിട്ടുള്ളത്. എവിടെ? TA-യിൽ. അല്ലാതെ വിമാനയാത്ര ആർക്കും പോകാം കേട്ടോ, അതില്ല. TA കിട്ടണമെങ്കിൽ ഈ ബേസിക് പേ അല്ല, സ്കെയിൽ ഓഫ് പേയുടെ മുകളിലായിരിക്കണം. അതായത് 77,200 1,40,500 എന്ന് പറയുന്ന സ്കെയിൽ ഓഫ് പേയും അതിന് മുകളിലുമുള്ളവർക്കാണ് വിമാനയാത്രയ്ക്ക് TA അനുവദിക്കപ്പെട്ടിട്ടുള്ള. ഇപ്പൊ നമ്മൾ എല്ലാ വിഭാഗവും പോയിട്ട് നമ്മളിപ്പോ ഗ്രേഡ് 3 ഓഫീസർ വിമാനയാത്ര നടത്തിയിട്ട് അതിന് ക്ലെയിം ചെയ്താൽ നമുക്കത് അനുവദനീയമല്ല, TA അനുവദനീയമല്ല. ഇനി ഒരു ഉദ്യോഗസ്ഥൻ പ്രൊമോഷൻ നടക്കുമ്പോൾ അത് അയാൾ താമസ സ്ഥലത്ത് നിന്ന് മറ്റു താമസ സ്ഥലത്തേക്ക് പോയി അയാൾ TA ക്ലെയിം ചെയ്യുമ്പോൾ ആ TA എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന തസ്തികയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് TA അനുവദിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന തസ്തിക അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാം. ഗ്രേഡ് അടക്കം നേരത്തെ ഉണ്ടായിരുന്ന തസ്തികയിലാണ്
കണക്ക് കൂട്ടുക. എന്തിനു വേണ്ടി? ഈ ടി എ നൽകുന്നതിന് വേണ്ടി. ഇനി നമ്മൾ പറയാനുള്ളത് വിവിധ തരം ട്രാവലിംഗ് അലവൻസിനെ കുറിച്ചാണ്. അത് ട്രാവലിംഗ് അലവൻസ് പല തരത്തിലുണ്ട്. ആദ്യം നമുക്ക് പറയാനുള്ളത് പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. അത് പി ടി എന്നാ പറയാ, PTA, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ 8 കിലോമീറ്ററിന് പുറത്ത് തൻ്റെ അധികാര പരിധിയിൽ നടത്തുന്ന യാത്രയ്ക്ക് ഓരോ മാസവും നൽകുന്ന ബത്തയാണ്, അലവൻസ് ആണ് ഈ PTA അഥവാ പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത്. അങ്ങനെ 8 കിലോമീറ്ററിന് പുറത്ത് ഒഫീഷ്യൽ യാത്രകൾ നടത്തുക. 15 ദിവസം യാത്ര ചെയ്താലേ ഫുൾ PTA കിട്ടുള്ളൂ. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് മുഴുവനായിട്ടും ഒരു മാസം അനുവദിക്കപ്പെട്ടത് മുഴുവനായിട്ടും കിട്ടണമെങ്കിൽ അയാള് 15 ദിവസമെങ്കിലും യാത്ര ചെയ്തിരിക്കണം. അപ്പൊ അതിന് ടൂർ ഡയറി ഒക്കെ ഉണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം കൃത്യമായിട്ട്. ഒരു മാസം ഇത്ര ദിവസം ഇന്ന കാര്യങ്ങൾ ടൂർ നടത്തി എന്നുള്ളതിന് കൃത്യമായിട്ട് ഡയറി മെയിൻറ്റെയിൻ ചെയ്യണം. അതും ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ചോദ്യമാണ്. അപ്പോൾ PTA എന്താണ്? 8 കിലോമീറ്റർ പുറത്ത് ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് അനുവദിക്കുന്നതാണ് PTA. മിനിമം ഒരു മാസം എത്ര വേണം? PTA ഫുള്ള് കിട്ടണമെങ്കിൽ 15 ദിവസം വർക്ക് ചെയ്യണം. പിന്നെ ലീവ് എടുത്ത സമയത്തും ജോയിനിങ് ടൈമിലും കാലത്തും ഒന്നും PTA അനുവദനീയമല്ല. ഒരാള് ട്രാൻസ്ഫറായി അല്ലെ വേറൊരു പ്രൊമോഷനായി ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ജോയിനിങ് ടൈം എടുക്കും. അത്തരം ജോയിനിങ് സമയത്ത് എടുക്കുന്ന സമയത്തും മറ്റ് ലീവുകൾ എടുക്കുന്ന സമയത്തും PTA ലഭിക്കുന്നതല്ല, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുന്നതല്ല എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് പറയാനുള്ളത് കൺവേയൻസ് അലവൻസാണ്. കൺവേയൻസ് അലവൻസ് എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള യാത്രാബത്തയാണ്, ട്രാവലിംഗ് അലവൻസാണ്. ഇത് ഔദ്യോഗിക കാര്യത്തിന് തന്നെ 8 കിലോമീറ്ററിനുള്ളിൽ പ്രതിമാസം കൊടുക്കുന്ന യാത്രാപ്പടിയാണ്, ട്രാവലിംഗ് അലവൻസ് ആണ് കൺവേയൻസ് അലവൻസ് എന്ന് പറയുന്നത്. ഈ കൺവേയൻസ് അലവൻസ് ഒരു നിശ്ചിത തുകയാണ്. അത് എത്ര ദിവസം പോയാലും ആ നിശ്ചിത തുക കിട്ടും. പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് പോലെ അല്ല കൺവേയൻസ് അലവൻസ്, വ്യത്യാസമുണ്ട്. അതൊരു ഫിക്സഡ് തുകയാണ്. ആ തുക ഒരു ദിവസം പോയാലും മുഴുവൻ കുറേ ദിവസം പോയാലും എല്ലാം ഒരേ സംഖ്യയാണ് നമുക്ക് ലഭിക്കുക. ലീവ് കാലത്ത് ഇവിടെയും കൺവേയൻസ് അലവൻസ് ലഭിക്കുന്നതല്ല. അപ്പൊ എന്താണ് കൺവേയൻസ് അലവൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ഉദ്യോഗസ്ഥൻ 8 കിലോമീറ്ററിനുള്ളിൽ അദ്ദേഹത്തിന് നിരവധി തവണ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അത് ചില ജീവനക്കാർക്ക് സ്ഥിരമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ കൺവേയൻസ് അലവൻസിന് ക്ലെയിമിന്റെ ആവശ്യമില്ല. ഇങ്ങനെ 8 കിലോമീറ്ററിനുള്ളിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യേണ്ട ചില ഉദ്യോഗസ്ഥ കാറ്റഗറികൾ നിലവിലുണ്ട്. ആ കാറ്റഗറികൾക്ക്, അത് PTA-യിലായാലും അങ്ങനെ തന്നെ, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് ആയാലും ചില നിശ്ചിത ഉദ്യോഗസ്ഥർ അത്തരക്കാരായിട്ടുണ്ട്. അവർക്ക് നിർബന്ധമായിട്ടും ഓൾറെഡി അനുവദിക്കപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ ആ രീതിയിൽ പറയുന്നത്. ഇനി നമ്മൾ ട്രാവലിംഗ് അലവൻസിലേക്ക് തന്നെ കടക്കാം. നമ്മൾ ആദ്യം പറയാനുള്ള ഒരു വാക്ക് മൈലേജ് അലവൻസ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രാവലിംഗ് അലവൻസ് നമ്മൾ കൊടുക്കുമ്പോൾ, TA കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മൈലേജ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി അതെന്താണ് എന്നാണ് പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായി യാത്ര ചെയ്യുന്ന ദൂരം, അതായത് ഒഫീഷ്യൽ പർപ്പസിൽ, പൊതു താല്പര്യത്തിൽ യാത്ര ചെയ്യുന്ന ദൂരം കിലോമീറ്റർ അടിസ്ഥാനത്തിൽ കണക്കാക്കി അനുവദിക്കുന്ന യാത്രാബത്തയാണ് മൈലേജ് അലവൻസ്. എത്ര ദൂരം സഞ്ചരിച്ചു, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കുന്ന TA ആണ്, ട്രാവലിംഗ് അലവൻസ് ആണ് മൈലേജ് അലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൈലേജ് അലവൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുന്ന, അതായത് യാത്രയുടെ ചാർജ്, യാത്രാ ചാർജും പിന്നെ ആകസ്മിക ചെലവും, ഇൻസിഡന്റൽ എക്സ്പെൻസ്. അതായത് ഈ ആകസ്മിക ചെലവ് അല്ലെങ്കിൽ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് യാത്രാ വേളയിൽ ഉണ്ടാവുന്ന മറ്റ് ചെലവുകൾക്കാണ് ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസിഡന്റൽ എക്സ്പെൻസും യാത്രാ ചാർജും കൂടി, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചോ ആ കിലോമീറ്ററിനനുസരിച്ച് യാത്രാ ചാർജും കൂടും. ആ യാത്രാ ചാർജും ഇൻസിഡന്റൽ എക്സ്പെൻസും
ആ യാത്രാവേളയിൽ ഉണ്ടാകുന്ന സാധാരണ ചെലവുകൾക്കുള്ള സംഖ്യയും കൂടി കൂടിച്ചേർന്നതാണ് നമ്മൾ മൈലേജ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് മൈലേജ് അലവൻസ്. യാത്രാ ചാർജും ആകസ്മിക ചെലവും. ആകസ്മിക ചെലവ് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റൽ എക്സ്പെൻസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, മൈലേജ് അലവൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഡെയിലി അലവൻസിനെ കുറിച്ച് പറയാം. ഡി എ എന്ന് ഈ ട്രാവലിംഗ് അലവൻസിൽ ഡി എ എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് അല്ല, ക്ഷാമബത്തയല്ല, ഡെയിലി അലവൻസ് ആണ്. അതൊന്ന് നമ്മൾ ഓർമ്മിച്ചു വെക്കുക. ഒരു ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക ആവശ്യത്തിന് ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത് തങ്ങേണ്ടി വരുമ്പോൾ സാധാരണ ചെലവുകൾക്ക് നൽകുന്ന തുകയാണ് ഡി എ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ മറ്റൊരു സ്റ്റേഷനിൽ ഹോൾട്ടായിരുന്നു. വെള്ളിയാഴ്ച 24 മണിക്കൂർ ഹോൾട്ട്, വെള്ളി, ശനി, ഞായർ, തിങ്കൾ 4 ദിവസം. അപ്പോൾ ആ 4 ദിവസവും അദ്ദേഹത്തിന് അവിടെ തങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചെലവുണ്ട്. അത് ഹോളിഡേയ്സ് അടക്കമാണ്. ഹോളിഡേയ്സും ഇതിൽ വരും. അപ്പോൾ ഹോളിഡേയ്സിൽ അയാൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ കഴിയില്ലല്ലോ, ഇടയ്ക്കൊരു ഹോളിഡേ വന്നാൽ. അപ്പോൾ അതും ഈ എണ്ണത്തിൽ പെടും. അങ്ങനെ ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത് നമ്മൾ ഇത്തരം ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് തങ്ങേണ്ടി വരുമ്പോൾ സാധാരണ ചെലവുകൾക്ക് നൽകുന്ന തുകയാണ് ഈ ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്റ്റേഷന്റെ പുറത്ത് താമസിച്ച സമയം കണക്കാക്കി, എത്ര സമയം നമ്മൾ താമസിച്ചു, അവിടെ ഹോൾട്ട് എത്ര സമയമുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് നമുക്ക് ഈ ഡി എ നൽകുന്നത്, ഡെയിലി അലവൻസ് നൽകുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. നമ്മൾ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ മുതലുള്ള സമയവും അവിടുന്ന് തിരിച്ച് പഴയ സ്റ്റേഷനിൽ എത്തുന്നത് വരെയുള്ള സമയവും നമ്മൾ ഈ ഡി എ കൂട്ടാൻ വേണ്ടി കൂട്ടുന്നതല്ല എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം, പുറത്ത് നമ്മൾ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയ സ്ഥലത്ത് അവിടെ എത്തിയത് മുതലാണ് നമ്മൾ സമയം കൂട്ടുക. അവിടുന്ന് തിരിക്കുന്നത് വരെയാണ് സമയം കൂട്ടുക. അല്ലാതെ അങ്ങോട്ട് പോയ സമയവും കൂട്ടൂല, ഇങ്ങോട്ട് വന്ന സമയവും ഈ ഡി എ കണക്കാക്കാൻ വേണ്ടി കൂട്ടുന്നതല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ കൂട്ടുമ്പോൾ 6 മണിക്കൂർ വരെയാണ് താഴെയാണ് ഹോൾട്ട് എങ്കിൽ 6 മണിക്കൂറിൽ താഴെ മാത്രമേ നമ്മൾ അവിടെ തങ്ങിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഡി എ ലഭിക്കുന്നതല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ മൈലേജ് അലവൻസ് മാത്രമാണ് കിട്ടുക. അത് നമ്മൾ ഓർമ്മിച്ചു. മൈലേജ് അലവൻസ് എന്നാണ് ആക്ച്വലി യാത്രാ ചാർജും പിന്നെ ഇൻസിഡന്റൽ എക്സ്പെൻസും. ഇനി 6 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ നമ്മൾ അവിടെ ആ സ്ഥലത്ത് ചെലവഴിച്ചാൽ നമുക്ക് അര ഡി എ കിട്ടും. 12 മണിക്കൂറിന് മുകളിൽ 24 മണിക്കൂർ വരെ നമ്മൾ തങ്ങിയിട്ടുണ്ടെങ്കിൽ 1 ഡി എ കിട്ടും. അപ്പൊ നമുക്ക് ക്ലിയർ ആണല്ലോ കാര്യം. 24 മണിക്കൂർ തങ്ങുമ്പോഴാണ് പൂർണ്ണമായിട്ട് നമുക്ക് 1 ഡി എ കിട്ടുന്നത്. ഡി എ എന്ന് പറയുന്നത് സംഖ്യയാണ്. അത് ഓരോ കാറ്റഗറിക്കും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. കാറ്റഗറിക്കല്ല, ഗ്രേഡിന്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച 4 വിഭാഗം ഗ്രേഡുകളാണ് ഉള്ളത്. ആ ഗ്രേഡുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്? ബേസിക് പേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡ് തിരിച്ചിരിക്കുന്നത്. 70,000-ഉം അതിന് മുകളിലുമുള്ള ബേസിക് പേ ഉള്ള ജീവനക്കാരാണ് ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറയുന്നത്. അവർക്ക് 1 ഡി എ എന്ന് പറയുന്നത് 600 രൂപയാണ്. ഗ്രേഡ് 1 ഓഫീസർക്ക് ഒരു ഡി എ എന്ന് പറയുന്ന ഡെയിലി അലവൻസ് എന്ന് പറയുന്നത് 600 രൂപയാണ്. എന്നാൽ 2A 2B വിഭാഗം ജീവനക്കാർക്ക് നമ്മൾ പറഞ്ഞു, പിന്നെ 2A 2B വിഭാഗം ജീവനക്കാരെന്ന് പറയുന്നത് 59,300-ഉം അതിൻ്റെ മേലെയും 70,000 താഴെയുള്ള വിഭാഗങ്ങളിൽ 2Aയും 39,300 മുതൽ 59,300-ന് താഴെയുമുള്ള വിഭാഗമാണ് നമ്മൾ 2B എന്ന് പറയുന്നത്. അപ്പൊ 2Aക്കാരും 2Bക്കാർക്കുമുള്ള ഡി എ എന്ന് പറയുന്നത് 500 രൂപയാണ് അവർക്കുള്ള ഡെയിലി വേതനം. അപ്പൊ ഗ്രേഡ് 1 ഓഫീസർക്ക് 600 രൂപ ഡി എ കിട്ടുമ്പോൾ ഗ്രേഡ് 2A ഗ്രേഡ് 2B ജീവനക്കാർക്ക് 500 രൂപയാണ് ഡി എ എന്ന് പറയുന്നത്. അത് ഏത് യാത്രയ്ക്കും ഡി എ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് എമൗണ്ടാണ്. ഈ ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നത് 2019 പേ റിവിഷൻ പ്രകാരം 2021 1/3/2021 മുതൽ പ്രാവർത്തികമായ സംഖ്യയാണ് ഞാൻ പറയുന്നത്. ഇനി 3
ക്ലാസ് 3 ഗ്രേഡ് 3യും ഗ്രേഡ് 4ഉം ജീവനക്കാർക്ക്, ഗ്രേഡ് 3 ഗ്രേഡ് 4 ജീവനക്കാർക്ക് ആ DA എന്ന് പറയുന്നത് 350 രൂപയാണ് എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഇനി അപ്പൊ 12 മണിക്കൂറിന് മേലെ 24 മണിക്കൂർ വരെ ഒരു DA, 6 മണിക്കൂറിന് മുകളിൽ 12 മണിക്കൂർ വരെ അര DA. ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുക, ഡെയിലി അലവൻസ് ലഭിക്കുക. എന്താ ഡെയിലി അലവൻസ്? ഹെഡ്ക്വാർട്ടേഴ്സിന് പുറത്ത് നമ്മൾ താമസിക്കേണ്ടി വരുമ്പോൾ, തങ്ങേണ്ടി വരുമ്പോൾ സാധാരണ ചെലവുകൾക്ക് നൽകുന്ന തുകയാണ് ഈ DA എന്ന് പറയുന്നത്. ഇനി 10 ദിവസത്തിൽ കൂടുതൽ ഹോൾട്ട് വേണ്ട ഒരു കേസ്, അല്ലെ 10 ദിവസത്തിൽ കൂടുതൽ നമ്മൾ തങ്ങേണ്ട ഒരു സ്ഥലത്ത് തങ്ങേണ്ട ഒരു ഡ്യൂട്ടി ആണെങ്കിൽ ആ 10 ദിവസം വരെ ഓരോ ദിവസത്തിനും ഓരോ DA കിട്ടും. 10 ദിവസം വരെ ഓരോ ദിവസത്തിനും ഓരോ DA. അടുത്ത 20 ദിവസം എന്ന് പറഞ്ഞാൽ 11 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ 3/4 DA കിട്ടും. 3/4 DA കിട്ടും. എന്ത്? ഓരോ ദിവസമാണ് കേട്ടോ. ഓരോ ദിവസവും 11ാമത്തെ ദിവസം 3/4 DA കിട്ടുക. അങ്ങനെ 30 ദിവസം വരെ 3/4 DA ആണ് കിട്ടുക. 30 ദിവസത്തിന് മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ 31ാമത്തെ ദിവസം മുതൽ അര DA കിട്ടുകയുള്ളൂ. ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ, നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഫസ്റ്റ് 10 ഡേയ്സിന് ഫുൾ DA കിട്ടും. നെക്സ്റ്റ് 20 ഡേയ്സിന് 3/4 DA ആണ് കിട്ടുക. അതിനുശേഷം വരുന്ന ദിവസത്തിന് അര DA കിട്ടുള്ളൂ. ഒരു സ്റ്റേഷനിൽ പരമാവധി അനുവദിക്കാവുന്ന ഒരു പ്രാവശ്യം അറ്റ് എ സ്ട്രെച്ചിൽ ഒരു തവണ അനുവദിക്കാവുന്ന പരമാവധി 90 ദിവസമാണ്. ഏതൊരു ജോലിക്കും 90 ദിവസമേ ഹോൾട്ട് നമ്മൾ ഒരു സ്റ്റേഷനിൽ മാക്സിമം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ 90 ദിവസമാണെങ്കിൽ ഈ റൂൾ അനുസരിച്ചാണ് നമുക്ക് DA കൊടുക്കാൻ കഴിയുക. ഫസ്റ്റ് 10 ഡേയ്സ് ഓരോ DA കൊടുക്കണം. അടുത്ത 20 ഡേയ്സ് അതായത് 30 ദിവസം വരെ 3/4 DA കൊടുക്കണം. 31 മുതൽ ബാക്കിയുള്ളതിനെല്ലാം ഓരോ ദിവസവും അര DA വെച്ചുമാണ് നമ്മൾ കൊടുക്കുക. ഇനി ഹോൾട്ടിന്റെ എണ്ണം ഒരു സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പരമാവധി 90 ദിവസം വരെയാണ് ഹോൾട്ട് അനുവദിക്കുക. ഇനി ഇത് കോർപ്പറേഷനിലാണ് ഈ ഹോൾട്ട് എങ്കിൽ ആദ്യത്തെ 30 ദിവസവും ഓരോ DA കിട്ടും, ഫുൾ DA കിട്ടും. ബാക്കി വരുന്ന ദിവസങ്ങൾക്ക് 3/4 DAയും കിട്ടും. അപ്പൊ ക്ലിയർ ആണല്ലോ. കോർപ്പറേഷൻ ഒഴിച്ചുള്ള സ്ഥലത്താണെങ്കിൽ ഫസ്റ്റ് 10 ഡേയ്സിന് ഓരോ DA, നെക്സ്റ്റ് 20 ഡേയ്സിന് 3/4 DA, റിമൈനിങ് ഡേയ്സിന് ഹാഫ് DA. എന്നാൽ കോർപ്പറേഷനിലാണെങ്കിൽ ഫസ്റ്റ് 30 ഡേയ്സിന് ഫുൾ DA എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ DA, ബാക്കി ദിവസങ്ങൾക്ക് ഓരോ ദിവസവും 3/4 DA എന്നാണ് കണക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ DAയുടെ കണക്ക്, DA സംഖ്യ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 50 കിലോമീറ്റർ പരിധിക്കകത്താണെങ്കിൽ, ഒരു യാത്ര 50 കിലോമീറ്റർ പരിധിക്കകത്താണെങ്കിൽ നമ്മൾ അന്ന് തന്നെ പോയി അന്ന് തന്നെ വരണമെന്ന കണക്ക്. 50 കിലോമീറ്ററും അതിന് മുകളിലുമാണെങ്കിൽ, പിന്നെ കൂടുമ്പോൾ അതിന് വ്യത്യാസം വരും. 50 കിലോമീറ്റർ മുകളിലാണെങ്കിൽ നമുക്ക് തലേന്ന് പോകാം. എന്നിട്ട് പിറ്റേന്ന് ആ ഡ്യൂട്ടിയും കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് അന്ന് വൈകിട്ട് യാത്ര ചെയ്ത് പിറ്റേ ദിവസവും യാത്രയായിട്ട് കണക്കാക്കാം. അപ്പോ നമുക്ക് അതിനനുസരിച്ച് ആ സ്റ്റേഷനിൽ എത്തുന്നതിനനുസരിച്ച ഹോൾട്ടിന് നമുക്ക് DA കിട്ടും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 50 കിലോമീറ്ററും അതിനു മുകളിലുമാണ് നമ്മളുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഈ നമ്മൾ ചെല്ലുന്ന ഹോൾട്ട് സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്കിൽ നമ്മൾ എപ്പോൾ പോകാം? നമുക്ക് തലേന്ന് പോകാം. നാളെയാണ് പരിപാടി, പക്ഷെ 50 കിലോമീറ്ററിന് മുകളിലായതുകൊണ്ട് തലേന്ന് പോകാം. പിന്നെ നാളത്തെ പരിപാടിയും കഴിഞ്ഞ് ദൂരം കൂടുതലായതുകൊണ്ട് അന്ന് രാത്രിയോ അല്ലെ പിറ്റേ ദിവസം രാവിലെയോ നമ്മൾ അവിടുന്ന് തിരിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഉള്ള DA ലഭിക്കും. ഓരോ ടു ആൻഡ് ഫ്രോ ഇൻസിഡന്റൽ എക്സ്പെൻസ് ഹാഫ് DAയും ലഭിക്കും. അന്ന് ഹോൾട്ട് ചെയ്തതിനുള്ള DA വേറെയും ലഭിക്കും.
അതേ സമയത്ത് അന്ന് തന്നെ പോയി വന്നാൽ ഈ ഡി എ ഉണ്ടാവുന്നതല്ല. കാരണം അവിടെ പരിപാടി കഴിഞ്ഞു, അവിടെ ഹോൾട്ട് എത്രയാണെന്ന് നമ്മൾ നോക്കും. 12 മണിക്കൂർ താഴെ ആയിരിക്കുമല്ലോ എന്തായാലും ഹോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ദിവസത്തെ ഹാഫ് ഡി എ ആയിരിക്കും ഹോൾട്ട്. ഹോൾട്ട് കണക്ക് കൂട്ടുന്നത് അവിടെ തങ്ങിയ സമയത്തിനാണ്. അത് നമ്മൾ വ്യത്യാസപ്പെടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസപ്പെടാം. ഇതാണ് നമുക്ക് ഈ മൈലേജ് അലവൻസിനെ കുറിച്ചും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഗ്രേഡ് ആയിട്ട് ഉദ്യോഗസ്ഥരെ തിരിച്ചിരിക്കുന്ന 4ആയിട്ട്. പിന്നെ വിമാനയാത്ര ആർക്കൊക്കെയാണ്? ഈ 4 ഗ്രേഡുകൾ ഏതൊക്കെ ബേസിക് പേയിൽ വരുന്നവർക്കാണ്? വിമാനയാത്ര ഏത് സ്കെയിലിന് മുകളിലുള്ളവർക്കാണ്? പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെയൻസ് അലവൻസ് എങ്ങനെയാണ്? പിന്നെ മൈലേജ് അലവൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ടി എ കണക്കാക്കുമ്പോഴുള്ള മൈലേജ് അലവൻസ്, വിവിധ ഗ്രേഡുകാർക്കുള്ള ഡി എ ഡെയിലി അലവൻസ് എത്ര വെച്ചാണ് കൊടുക്കുക, എങ്ങനെയൊക്കെയാണ് കൊടുക്കുക, കോർപ്പറേഷനിലാണെങ്കിൽ എത്ര ഡി എ കൊടുക്കും, ഒരു സ്റ്റേഷനിൽ പരമാവധി അനുവദിക്കാവുന്ന ഹോൾട്ട് എത്ര ദിവസം വരെയാണ് ഒരു തവണ, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ 50 കിലോമീറ്റർ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. 50 കിലോമീറ്ററിൽ അതിൽ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഒരു യാത്ര നമ്മൾ നടത്തുമ്പോൾ നമുക്ക് തലേന്ന് പോയി നാളത്തെ പരിപാടിയും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് തിരിച്ചു വരുന്ന രീതിയിലുള്ള ക്ലെയിം നമുക്ക് ട്രാവലിംഗ് അലവൻസിൽ നടത്താം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തിയററ്റിക്കലി പറയുക ഇപ്പം ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും. അത് കൂടാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും, അതായത് കണക്കുകളും ചെയ്യാൻ വരും എന്ന കാര്യവും നമ്മൾ ഓർമ്മിച്ചിരിക്കണം. അപ്പോൾ എന്നാൽ പോലും ഈ ബാക്കി കാര്യങ്ങൾ, പ്രോബ്ലം ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ പാസ്സാകും എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കാം. ഒരു പ്രോബ്ലവും ചെയ്തില്ലെങ്കിലും പാസ്സാകും. വളരെ ചെറിയ 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 സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അതും അങ്ങനെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, ആൻസർ ഒരു ചെറിയ ആൻസർ ആയിരിക്കും. അപ്പം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി വളരെ ചെറിയ പ്രോബ്ലംസ് ആദ്യവും നമുക്ക് ചോദിക്കുക. അത് മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഒരു ടെൻഷൻ വേണ്ട. അടിസ്ഥാനപരമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്കെയിലോപ്പേകൾ പഠിക്കുക. ഗ്രേഡ് 1, 2, 3, 4 എന്താണ്, ഓരോ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്ന ഡി എ എങ്ങനെയൊക്കെയാണ്, അവർ ഹോൾട്ട് നടത്തിയാൽ ഏത് തരത്തിലാണ് അവർക്ക് ഡെയിലി അലവൻസ് കൊടുക്കുന്നത്, മൈലേജ് അലവൻസ് എന്താണ്, ഇൻസിഡൻ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് കൊടുക്കുക എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾ ആദ്യം വരുത്തുക. അതിനുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകുന്നത്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും. ഞാൻ നിർത്തുകയാണ്. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം.